പള്ളിക്ക് കൊടുക്കാതെ, മദ്രസക്ക് കൊടുക്കാതെ, സാധുക്കളെ സഹായിക്കാതെ, കഷ്ടപ്പെട്ടവനെ സഹായിക്കാതെ, ക്യാൻസർ രോഗിയെ സഹായിക്കാതെ, കിഡ്നി രോഗിയെ സഹായിക്കാതെ, പാവപ്പെട്ടവനെ സഹായിക്കാതെ നീ ഭരിച്ചുണ്ടാക്കിയ മുതലും മുഴുവനും കൈവശമുള്ള നിന്റെ ഭാര്യയുടെ വീട്ടിലെ നിന്റെ സ്വന്തം മക്കള് നിന്റെ ഭാര്യയുടെ പുതിയ ഭർത്താവിന്റെ മേട്ടം കൊണ്ട് ജീവിക്കും. പെരടിക്കാട് കിട്ടും എന്റെ മക്കൾക്ക്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്റെ പോയി ദുനിയാവിളിച്ചിട്ടുണ്ടെങ്കിലോ ഫോൺ ചെയ്തപ്പോൾ 4 വയസ്സായ കുട്ടികൾപ്പിലേക്ക് ഉമ്മ എന്നെ തല്ലുന്നുണ്ട് പച്ചേ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ നിന്നിട്ട് ഭാര്യയെ ചീത്ത പറയും. ഞാൻ അങ്ങനെ നയിച്ചുണ്ടാക്കി എന്റെ കുട്ടിയെ തല്ലേ, എന്റെ കുട്ടിയെ ചീത്ത പറയാ. മനസ്സിലായോ? വലൗ കുൻത ഫി ദുനിയാ സരീഅൽ ഇജാബതി فمحمدنا هو سيدنا فالعز لنا لإجابته الله والله 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 كلا نبت هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك مهورا كلا نمت هؤلاء وهؤلاء من عطاء ربك كلا كلا نمت هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك مهورا كنا نمت هؤلاء ഈ പാർട്ടിയെയും ഞാൻ സഹായിക്കും, വാഉലായി ആ പാർട്ടിയെയും സഹായിക്കും. അല്ലാഹ് പറയാണ്, അല്ലാഹ് റഹ്മാനാണ്, വൈപ്പെട്ടവനും സഹായിക്കും, വൈപ്പെടാത്തവനും സഹായിക്കും. ആ അടിച്ചടിച്ച് ഇങ്ങനെ കച്ചവടം ഇങ്ങനെ പൊങ്ങി ഓനുവാൻ്റെ ഓൻ്റെ ഭാര്യയും പത്രാസ് അടിച്ച് അങ്ങനെ നടന്നു. അപ്പൊ അവന് വിചാരിച്ചു എന്നെ അല്ലാഹു എന്തിനാ സഹായിച്ചത്? അല്ലാഹ് റഹ്മാനാണ്, അല്ലാഹ് വൈപ്പെട്ടവനും സഹായിക്കും, വൈപ്പെടാത്തവനും സഹായിക്കും, മറ്റവനും സഹായിക്കും. ആരെ? ആഖിറത്തിന്റെ ആളെയും സഹായിക്കും. പറ ദുനിയാവിൽ അല്ലാഹു തആല ദുനിയാവിന്റെ ആളെയും സഹായിക്കും. കാരണം റഹ്മാനാവൻ റഹ്മാനാണ്, വൈപ്പെട്ടവനെയും സഹായിക്കും, വൈപ്പെടാത്തവനെയും സഹായിക്കും. നിന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് റബ്ബ് ഇവരെയും സഹായിക്കും, ഇവരെയും സഹായിക്കും. എവിടെ? എവിടെ? ദുനിയാവിൽ. വമാ കാന അതാഉ റബ്ബിക മഹ്ലൂറാ. നിന്റെ റബ്ബിന്റെ സമ്മാനത്തെ തടയാൻ ഒരാൾക്കും കഴിയുകയില്ല. നിന്റെ റബ്ബിന്റെ സഹായത്തെ തടയാൻ ഒരാൾക്കും കഴിയുകയില്ല. വൈപ്പെട്ടവനും കൊടുക്കും, ആർക്കും തടയാൻ കഴിയില്ല. വൈപ്പെടാത്തവനും കൊടുക്കും, ആർക്കും തടയാൻ കഴിയില്ല. അപ്പോൾ ദുനിയാവിൽ ഒരാൾക്ക് സമ്പത്ത് കൂടിയത് കൊണ്ട് വഞ്ചിതരാവണ്ട. വൈപ്പെട്ടവനും കൊടുക്കും, വൈപ്പെടാത്തവനും കൊടുക്കും, ആർക്കും കൊടുക്കും. ചിന്തിക്ക്, ദുനിയാവിലെ പളപളപ്പുള്ള സൗകര്യങ്ങൾ കണ്ട് ഈ ഫാനിയത്തായ ഈ നിസ്സാരമായ നഷ്ടപ്പെടുന്ന ഈ ഫാനിയത്തായ ദുനിയാവിൽ വഞ്ചിതരാകണ്ട. كلا نمت هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك مهورا. നിന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് ആദ്യത്തെ പാർട്ടിയെയും സഹായിക്കും, രണ്ടാം പാർട്ടിയെയും സഹായിക്കും. അഥവാ ദുനിയാവിനെ ഓടുന്നവർക്കും കിട്ടും, അവരെയും സഹായിക്കും. ആഖിറത്തിൽ ഓടുന്നവരെയും സഹായിക്കും, ഇവരെയും സഹായിക്കും, ഇവരെയും സഹായിക്കും. ആരും സഹായിക്കും? അല്ലാഹു ആരും സഹായിക്കും. وما كان عطاء ربك مهورا. നിന്റെ റബ്ബിന്റെ സഹായത്തെ തടയാൻ ആർക്കും കഴിയുകയില്ല. റബ്ബ് സഹായിക്കും, ആർക്കും കഴിയില്ല. റബ്ബിന്റെ സഹായത്തെ തടയാൻ ആർക്കും കഴിയില്ല. ഇവിടുത്തെ ഈ പളപ്പളപ്പിൽ ആരും വഞ്ചിതരാകണ്ട, ആരും വഞ്ചിതരാകണ്ട. ജനങ്ങളെ, ഇവിടുത്തെ പളപ്പളപ്പിൽ ആരും വഞ്ചിതരാകണ്ട, ഒന്നും വഞ്ചിതരാകണ്ട. ഇവിടുത്തെ ഞാമത്തിൽ വഞ്ചിതരാകണ്ട. അപ്പൊ ഞങ്ങളെ മുന്നിൽ പ്രഭാഷണം നടത്തുന്ന ആളാണ്, ഇതൊരു ഞാമത്താണ്, പക്ഷെ ഇത് വഞ്ചിതനാകണ്ട. ഇതുകൊണ്ട് ദുനിയാവ് ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കും ചെയ്യാം, ആഖിറ ഉണ്ടാക്കും ചെയ്യാം, വഞ്ചിതനാവണ്ട. ഇതൊക്കെ ഞാമത്തുകളും പരീക്ഷണങ്ങളുമാണ്. ഇവർക്കും കൊടുക്കും, നല്ല പ്രഭാഷണം, നല്ലോനും പ്രഭാഷനാവും, മോശപ്പെട്ടവൻ പ്രഭാഷകനാവും. ഒരാൾ ലക്ഷ്യം ദുനിയാവ്, അവൻ പ്രഭാഷകനാവും. ഒരാൾ ലക്ഷ്യം ആഖിറം, അപ്പം പ്രഭാഷകനാവും. ഒരാൾ ലക്ഷ്യം ദുനിയാവ്, അവൻ മുതലാളിയാവും. ഒരാൾ ലക്ഷ്യം ആഖിറം, അവൻ മുതലാളിയാവും.
ഒരു പെണ്ണിന്റെ ലക്ഷ്യം ദുനിയാവ്, അവളും സുന്ദരിയാവും. ഒരു പെണ്ണിന്റെ ലക്ഷ്യം ആഖിറം, അവളും സുന്ദരിയാവും. ഒരു പെണ്ണിന്റെ ലക്ഷ്യം ദുനിയാവ്, അവൾ ഭർത്താവിന് വഴിപ്പെടും. ഒരു പെണ്ണിന്റെ ലക്ഷ്യം ആഖിറം, അവൾ ഭർത്താവിന് വഴിപ്പെടും. പക്ഷെ രണ്ട് വിധത്തിലാവും. ഇവരൊക്കെ രണ്ട് വിധത്തിലായിരിക്കും. മക്കളിന്റെ കൂടെ ഓട്, മക്കളിന്റെ കൂടെ ഓട്. ഇവരെയും സഹായിക്കും അല്ലാഹ്, അവരെയും സഹായിക്കും അല്ലാഹ്. എവിടെ എവിടെ? ദുനിയാവ്. നിന്റെ റബ്ബിന്റെ സഹായത്തെ തടയപ്പെടുകയില്ല, അഥവാ തടയാൻ ഒരാൾക്ക് കഴിയുകയില്ല. എന്റെ അർത്ഥായിട്ട് അവിടെയാണ് നീ വിഷയം. ഇനി നീ ചിന്തിക്കുക. അല്ലാഹ് എന്റെ റബ്ബേ, ആ ചിന്തിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരും ഒന്ന് പറ മക്കളെ. എന്താ അടുത്തായിട്ട് തുടങ്ങുന്നത്? ഇനി നീ ചിന്തിക്കുക. നാലാമത്തായിട്ട് ചിന്തിക്കുന്ന. ഞാനെപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ചിന്തിക്ക്. ഞാൻ അടുത്തായിട്ട് അങ്ങനെയല്ലേ മക്കളെ? ഞാൻ അടുത്തായിട്ട് എന്താ? ചിന്തിക്ക്. ആദ്യം മുതൽ പോര്. ആയത്തിന്റെ തുടക്കം മുതൽ വരച്ചേ. عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان നാലാമത്തായത് ഇനി നീ ചിന്തിക്കുക. ഇനി നിനക്ക് എന്താ വേണ്ടത്? ഈ ക്ഷിപ്രവും ക്ഷണികവുമായ ഈ ദുനിയാവിൽ നടന്നു നടിക്കോ, അതല്ല ആഖിറം നടന്നു നടിക്കോ. നീ രണ്ടിന്റെയും നടുവിലാണ്. നീ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും നടുവിലാണ്. നിന്റെ ഒരു കാലിന്റെ ചെരുപ്പിനോട് വാറിനേക്കാൾ സ്വർഗവും അടുത്തിട്ടാണ്, മറ്റേ കാലിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നരകവും അടുത്തിട്ടാണ്. നിങ്ങൾക്ക് രണ്ടു തിരഞ്ഞെടുക്കാം. സ്വർഗത്തിലേക്കും കുനിയ, നരകത്തിലേക്കും കുനിയ. രണ്ട് ചെരുപ്പടിക്കാലിന്റെ വാറിനേക്കാളും അടുത്ത് എന്തുണ്ട്? ഒരു ഭാഗത്ത് സ്വർഗമുണ്ട്, ഒരു ഭാഗത്ത് നരകമുണ്ട്. നിനക്ക് അങ്ങോട്ട് കുനിയ, ഇങ്ങോട്ടും ചായാം, ഇങ്ങോട്ടും ചാഞ്ഞാൽ സ്വർഗത്തിലേക്ക് വീഴും, ഇങ്ങോട്ട് ചാഞ്ഞാൽ നരകത്തിൽ വീഴും. ഇനി ചിന്തിക്കണം. അടുത്തായിട്ട് كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. പണം ഉണ്ടാക്കേണ്ടതല്ല, പണം ദുനിയാവിനുണ്ടാക്കാം, ആഖിറത്തിനുണ്ടാക്കാം. സ്ഥാനം ദുനിയാവിന് നേടാം, ആഖിറത്തിന് നേടാം. ഒന്നും തെറ്റല്ല, ശരിയല്ല. പണം ശരിയല്ല, പണം തെറ്റുമല്ല. സ്ഥാനം ശരിയല്ല, സ്ഥാനം തെറ്റുമല്ല. പണം നല്ലതിന് ഉപയോഗിച്ചാൽ ശരിയായി, ചീത്തൊക്കെ ഉപയോഗിച്ചാൽ തെറ്റായി. സ്ഥാനം നല്ലതിന് ഉപയോഗിച്ചാൽ ശരിയായി, ചീത്തൊക്കെ ഉപയോഗിച്ചാൽ തെറ്റായി. ഇൽമ് നല്ലതിൽ നേടിയാൽ സ്വർഗമായി, മോശപ്പെട്ടതിൽ നേടിയാൽ നരകമായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇൽമ് ഒരു സുമോഹനമായ കാര്യമല്ല. അതെന്തിനു വേണ്ടി നേടി എന്നതാണ് മർമ്മം. എന്തിനാ നേടിയത്? ഒരു ഇൽമ് നേടിയെന്ത്? ജനങ്ങളെ മുന്നിൽ പറയപ്പെട്ട ആലിമായി പറയപ്പെടാനാണെങ്കിൽ നരകത്തിലേക്കാണ് അടുത്തത്. അവൻ ഇടത്തോട്ടാ കുനിഞ്ഞത്. ഇൽമില്ലേ? ഇൽമുണ്ട്, പക്ഷെ ഇടത്തോട്ടാ കുനിഞ്ഞ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആലിമല്ലേ? ആലിമാണ്. ദുനിയാവിൽ സ്വർഗത്തിന് ആലിമുണ്ട്, നരകത്തിന് ആലിമുണ്ട്. സ്വർഗത്തിന്റെ പണക്കാരനുണ്ട്, നരകത്തിന്റെ പണക്കാരനുണ്ട്. സ്വർഗത്തിന്റെ ആലിമുണ്ട്, നരകത്തിന്റെ ആലിമുണ്ട്. സ്വർഗത്തിന്റെ അധികാരിയുണ്ട്, നരകത്തിന്റെ അധികാരി ഏറെയുണ്ട്. സ്വർഗത്തിന്റെ പണക്കാരനുണ്ട്, നരകത്തിന്റെ പണക്കാരൻ ഏറെയുണ്ട്. സ്വർഗത്തിന്റെ ആലിമുണ്ട്, നരകത്തിന്റെ ആലിമിന് ഏറെയുണ്ടാവും. ഇനി ഖിയാമത്ത് നാൾ വരെയാണ് ഈ നരകത്തിന്റെ ആലിമ്യങ്ങൾ കൂടും.
എൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ ആകാശത്തിന്റെ മേലാപ്പിന്റെ ചോട്ടിൽ ഏറ്റവും മോശപ്പെട്ടവർ ഉലമാക്കളാകുന്ന കാലം വരുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അവർ ഇൽമു കൊണ്ട് നരകം വാങ്ങും. സ്ഥാനാർത്ഥി അങ്ങനെ, അധികാരി അങ്ങനെ, പണക്കാരൻ അങ്ങനെ, പണ്ഡിതൻ അങ്ങനെ, സ്ഥാനാർത്ഥി അങ്ങനെ, അധികാരി അങ്ങനെ, എല്ലാവരും അങ്ങനെ. രണ്ടിനും ഉണ്ടാവും. അങ്ങോട്ടും വരും, ഇങ്ങോട്ടും വരും. പിന്നെ അടുത്ത വാക്ക് ഒന്നു كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. انظر إني ചിന്തിക്കണം. كيف فضلنا بعضهم على بعض, ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയത് നീ ചിന്തിക്കണം. ദുനിയാവിലും ക്ഷണികമായ ശ്രേഷ്ഠത കാണാം, ആഖിറത്തിലും ആഖിറത്തിന്റെ ശ്രേഷ്ഠതയും നിനക്ക് കാണാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് ദുനിയാവിന്റെ ശ്രേഷ്ഠതയാണോ? ദുനിയാവിലും ചില ആളുകളെ അങ്ങോട്ട് പരസ്പരം അല്ലാഹു തആല ഒരാളെക്കാൾ ഒരാളെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആഖിറം അങ്ങനെ തന്നെയാണ്. ആഖിറം പണിയെടുക്കുന്നതിനനുസരിച്ച് കയറിപ്പോവും. ഇവിടെ പണിയെടുത്തതിനനുസരിച്ച് കയറും, താജുസ്കരിച്ചതിനനുസരിച്ച് കയറും, പണിയെടുത്തതിനനുസരിച്ച് സത്യത്തിന്റെ കൂടെ നിന്നതിനനുസരിച്ച് നേടും. സത്യത്തിന്റെ കൂടെ നിൽക്കുക, ഇതാണ് ഉത്തരവാദിത്തം, ഇതാണ് ദീനിന്റെ മർമ്മം. അതിന് ഭയങ്കര പ്രയാസമാണ്, പക്ഷെ അതിന്റെ കൂടെ നിൽക്കണം. അതിന്റെ മുന്നിൽ ഏത് വൈതരണികളെയും നിസ്സാരപ്പെടുത്തണം. നേരിന്റെ കൂടെ നിൽക്കുകയും നേരിന്റെ ആളാവുകയും വേണം. അതിന്റെ പിന്നിൽ എന്ത് നട്ടം വന്നാലും ആ നട്ടം തുണിയാവാൻ അതിന് യാതൊരു വിലയും ഇല്ല, ഒരു വിലയില്ല. ദുനിയാവ് നട്ടം വന്നാൽ എന്ത്? وللآخرة أكبر درجات وأكبر تفضيلا. ഏറെ പദവികളുള്ളതും ഏറെ ഉത്കൃഷ്ടതുമായ ഏതുമാണ് ആഖിറം എന്ന്. ആഖിറ എന്നാൽ എന്താണ്? وللآخرة أكبر درجات وأكبر تفضيلا. ഏറെ പദവികളുള്ളതാണ് സ്വർഗം. സ്വർഗത്തിൽ പദവികളുണ്ട്. അധ്വാനിച്ചതിനനുസരിച്ച് പദവികൾ, ദുനിയാവിൽ അധ്വാനിച്ചതിനനുസരിച്ച് പദവികൾ കൂടും. എല്ലാവർക്കും കൂടി ഒരു മൈതാനല്ല. നീ എത്ര പണിയെടുത്തോ അത്രയും നിനക്ക് മേലൊക്കെ കയറിപ്പോകാം. അല്ലാ, മേലെ കയറുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഉറക്കെ പറ. ഒന്ന്, ദുനിയാവിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്? ആഖിറം. രണ്ട്, ആഖിറത്തിൽ തന്നെ എന്തുണ്ട്? വേറെ വ്യത്യസ്തമായ പദവികളുണ്ട്. മനസ്സിലായില്ലേ? ദുനിയാവിനേക്കാൾ പദവിയുള്ളതാണ് എന്ത്? ആഖിറ. ആഖിറത്തിൽ തന്നെ എന്തുണ്ട്? പദവികളുണ്ട്. വലല്ലാഖിറ ഒന്നുമോനെ അക്ബറു ദറജാത്തിൻ വഅക്ബറു തഫ്ളീലാ. ഏറെ പദവികളുള്ളതും ഏറെ ഉത്കൃഷ്ടവുമാണ് പരലോകം. ഏറെ അതിശയകരമായ പദവികളുണ്ട്. ഏറെ അതിശയകരമായ പദവികളാണ് സ്വർഗത്തിലുള്ളത്. സ്വർഗം ദുനിയാവിനേക്കാൾ ഉത്കൃഷ്ടം. ഇനി സ്വർഗത്തിൽ തന്നെ പദവികൾക്കുണ്ട് ഉത്കൃഷ്ടം. ചിന്തിക്കണം. സ്വർഗം ദുനിയാവ് പോലെ. ദുനിയാവിന് എന്ത് നേടിയിട്ട് എന്താണോ കാര്യം? എന്താണ് കാര്യം? വലല്ലാഖിറ അക്ബറു ദറജാത്തിൻ വഅക്ബറു തഫ്ളീലാ. വലല്ലാഖിറ അക്ബറു ദറജാത്തിൻ وأكبر تفضيلا. أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله استغفر الله. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. ഈ ആയത്തിനെ വലൽആഖിറതു അക്ബറു ദറജാത്തിൻ വഅക്ബറു തഫ്ളീലാ എന്ന ആയത്തിനെ ഒരു തഫ്സീർ ഇന്ന് വായിക്കാം. വിശദമായ ചർച്ച നാളെ പറയും. മഹാനായ
ഷാഫിഈ മദ്ഹബിലെ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഏറെ സമർത്ഥനം പണ്ഡിതനും മുഫസ്സിറുൽ ഖുർആൻ എന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ മുഫസ്സിർ എന്ന പേരിൽ അറിയപ്പെട്ട ഷെയ്ഖ് മുത്തവല്ലി ഷഅറാബിയുടെ തഫ്സീറാണ് എൻ്റെ കയ്യിലുള്ളത്. ബഹുമാനപ്പെട്ടവർ, ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഞാൻ വായിക്കാം. ഏതായത്ത് മറ്റു ഒരുപാടുണ്ട്, ഭയങ്കര ചർച്ച ഉണ്ട് ഈ പറഞ്ഞതിലൊക്കെ. അതൊക്കെ പിന്നീട് ഇൻഷാ അല്ലാഹ് അതുപോലത്തെ വിശദീകരണങ്ങൾ പിന്നീട് വരും ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് ഏതായത്തിനെ ഈ ആയത്തിന് മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാബി റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന വ്യാഖ്യാനം ഞാനൊന്ന് വായിക്കാം. എന്താ പറയുന്നത്? ولو تأملت حالك في الدنيا وقارنته بالآخرة لوجدت الآخرة أكبر درجات وأكبر تفضيلا. ദുനിയാവിൽ നീ കരഗതമാക്കുന്ന സ്ഥാനമാനങ്ങളും ആഖിറത്തിൽ കരഗതമാക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളും നീ ഒന്ന് പരസ്പരം ഒന്ന് സാദൃശ്യപ്പെടുത്തി ഒന്ന് തുലനം ചെയ്ത് പഠിച്ചാൽ തന്നെ ആഖിറം ഏറെ മെച്ചമുള്ളതും ആഖിറം ഏറ്റവും ഉത്കൃഷ്ടമാണെന്ന് നിനക്ക് മനസ്സിലാകുമല്ലോ. പിന്നെ എന്തിനാണ് നീ മടിച്ചു നിൽക്കുന്നത്? അതാണ് ഒന്നാമത്തെ വാക്ക്. അല്ലാഹു മുളക്കാക്കട്ടെ. നീ എന്തിനാണ് പോനെ ആഖിറത്തിന് അധ്വാനിക്കാൻ മടിക്കുന്നത്? എന്തുകൊണ്ട്? വലൗ തഅമ്മൽത ഹാലക ഫി ദുനിയ വഖാറൻതഹു ബിൽ ആഖിറ ലവജദത അൽ ആഖിറ അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീലാ. എന്തുകൊണ്ട്? ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഫഅംറുക ഫി ദുനിയ മൗഖൂതുൻ. ദുനിയാവിൽ നീ വലിയ നേട്ടങ്ങൾ നേടി, പക്ഷേ നിന്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ടതല്ലേ. കഴിഞ്ഞല്ലോ. അധ്വാനിച്ച് ഗൾഫിലൊക്കെ പോയി പൈസ ഉണ്ടാക്കി, ആർക്കും കൊടുത്തില്ല. പള്ളിക്കും കൊടുത്തില്ല, മദ്രസയും കൊടുത്തില്ല, മുസ്ലിംമാരും ഒക്കെ കുറ്റം പറഞ്ഞു ചീത്തയും പറഞ്ഞ് അങ്ങനെ പൈസ ഉണ്ടാക്കി. വലിയ പണക്കാരനായി, വലിയ ആളായി, വലിയ പൈസക്കാരനായി. നാട്ടിൽ വന്നു. എന്നിട്ടോ എന്താണ്ടായത്? അന്നേനെ വിറ്റേന്ന് മരിച്ചു. അവസാനത്തെ പെട്ടി കെട്ടാൻ ഒരുങ്ങിയപ്പോൾ ഞാനൊന്ന് കിടക്കട്ടെയായിരുന്നു. ആ കിടത്തത്ത് മരിച്ചു. പെട്ടി കെട്ടി വെച്ച് എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് ക്ഷീണം മാറ്റി കിടക്കാൻ മരിച്ചവരെയും എനിക്കറിയാം. മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം. അവസാനത്തെ പോകാണ്. ഗൾഫിൽ 10, 18, 20 കൊല്ലമൊക്കെ ആയി നയിച്ചു. ബാങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, തോട്ടം തുടങ്ങി ഇഷ്ടം പോലെ വാങ്ങി വെച്ചിട്ടുണ്ട്, വലിയ വലിയ വീടുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ അവസാനം പെട്ടി കെട്ടി പോരാൻ ഒരുങ്ങിയപ്പോൾ ഒന്ന് ക്ഷീണം മാറ്റി. ഇനി ഫ്ലൈറ്റിൽ ഉറങ്ങാൻ കഴിയില്ല. ഫ്ലൈറ്റിൽ എപ്പോഴും ജെർക്കിങ്ങും മറ്റൊക്കെ ഉണ്ടാവും. അപ്പം ഉറങ്ങാൻ കഴിയില്ല. ഒന്ന് ഉറങ്ങട്ടെ, കഴിഞ്ഞു. പിന്നെ എണീറ്റില്ല. അപ്പുറത്തെ ടേബിൾ ബെഡിൽ കിടക്കുന്ന അവറാൻ പറഞ്ഞ് എണീക്കാതിരിക്കുമ്പോൾ കാണുമ്പോൾ എന്ത് ചെയ്ത് വണ്ടിക്കാരൻ വന്ന് ഏൽപ്പിച്ച ടാക്സിക്കാരൻ വന്ന് ബാക്കിന് ഓണടിക്കുന്നുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ ഇതാ എന്താ ഫോണില്ലേ ഇതാമാനെ എനിക്ക് പൊളിച്ചു പോകാനായില്ലേ? എണീക്കണില്ല. കാല് പറഞ്ഞളിച്ചിട്ടുണ്ട്, കൈ പറഞ്ഞളിച്ചിട്ടുണ്ട്. കഴിഞ്ഞു. അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് നിനക്ക് ഇല്ല. എന്നാലോ ഖാലിദീന ഫീഹാ അബദാ ഇന്നൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ ജസാഉഹും عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا. അവിടെ ആയുസ്സിന് കണക്കില്ല. അപ്പോൾ ഒരു ഇതുകൊണ്ട് തന്നെ മനസ്സിലായി, വലല്ലാഖിറത്തു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീലാ. ഇനി നീ വലിയ അധ്വാനിച്ച് നേടി. രണ്ട് കുട്ടികളുണ്ട്, ചെറിയ മക്കള് നേടി. സുന്ദരിയായ കല്യാണം കഴിച്ച് എന്നെ മുമ്പ് തന്നെ പോക്ക് തുടങ്ങിയതാ. കല്യാണം കഴിച്ച് 4-5 കൊല്ലായി. എൻ്റെ ഇടയ്ക്ക് 2 കുട്ടികളുണ്ടായി. മധുരൊക്കെ എമ്പാടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോകാൻ അധ്വാനിക്കും. അതുവരെയോ ഒരു നന്മക്കൊന്നും ചെയ്തില്ല, ഒന്നും കൊടുത്തതുമില്ല. എല്ലാവരും കളിയാക്കണം പാർട്ടി ചെന്നു. കളിയാക്കാൻ ഇപ്പോൾ പാർട്ടികളുണ്ട്, കളിയാക്കൽ പാർട്ടികൾ. എന്തിനും കളിയാക്കുന്ന പാർട്ടികളുണ്ട്. എല്ലാ നന്മക്കും കളിയാക്കും. ഔലിയാക്കന്മാരെ കളിയാക്കും, സുബീഖ്യങ്ങളെ കളിയാക്കും, ആലിമ്യങ്ങളെ കളിയാക്കും, മുത്താലിമ്യങ്ങളെ കളിയാക്കും, ദീനിനെ കളിയാക്കും, കിതാബിനെ കളിയാക്കും, ഒക്കെ കളിയാക്കും. കണ്ടൊക്കെ കളിയാക്കും. കളിയാക്കൽ തൊഴിലാക്കിയ സംഘടനകളുണ്ട്, കളിയാക്കൽ തൊഴിലാക്കിയ പ്രസ്ഥാനങ്ങളുണ്ട്. ആ കൂട്ടത്തു കൂടി അങ്ങനെ കളിയാക്കി.
കളിയാക്കൂ എല്ലാം കളിയാക്കുന്നു. എന്നിട്ടോ അവസാനത്തെ പെട്ടി കെട്ടി പൊരിലെത്തിയില്ല. പിന്നെ പെട്ടി ഒറ്റക്ക് വന്നു. പിന്നെ ഇഷ്ടംപോലെ പൈസയുണ്ട്. അപ്പോൾ 4 മാസം 10 ദിവസം വരെ മനുഷ്യന്മാർ ക്ഷമിക്കും. ഇപ്പൊ തന്നെയാണ് പറയണ്ട. പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓൻ്റെ പൊരയൊക്കെ വരാൻ തുടങ്ങും. ഞാൻ കെട്ടിക്കോളാം, കാരണം ഇഷ്ടംപോലെ പൈസ ഉണ്ട്. മറ്റൊന്ന് എന്താ വെച്ചാൽ വളരെ ഇഷ്ടംപോലെ മുതലുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഓളെ കെട്ടിയാലും വലിയ പണി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇഷ്ടംപോലെ പൈസ ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ നിന്റെ ഭാര്യയെ കെട്ടി, പിന്നെ നീ 12 കൊല്ലം 15 കൊല്ലം ഒരു നന്മക്ക് പോലും കൊടുക്കാതെ അധ്വാനിച്ചതിൽ മുഴുവനും അവൻ അവകാശിയായി. നീ പെങ്ങന്മാർക്ക് കൊടുക്കാതെ ഏട്ടന്മാരെയും അനുജന്മാരെയും പറ്റിച്ച, പെങ്ങന്മാരെയും പറ്റിച്ച സമ്പത്തിനെയും പുതിയൊരു നിന്റെ ഭാര്യക്ക് അവനായി വന്ന പുതിയൊരു അവൻ അവകാശിയായി. നീ അവൻ കൈകാര്യം ചെയ്യും. നിന്റെ ബെൻസ് അവൻ ഓടിക്കും, അവളെ അപ്പുറത്തെ സീറ്റിൽ ഇരുത്തിയിട്ട്. സമയമുണ്ട്, നിന്റെ ടൈം കഴിഞ്ഞ് ചലത്തെ ജോയി, നിന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. അവിടെ പണിയെടുത്തപ്പോൾ ഇവിടെ കടന്നുറങ്ങിയ ഒരു ഹമുക്കുണ്ട്. ഓനുണ്ട് ഏതോർത്തുണ്ടായിരുന്നു. അവന് പണി കടന്നുറങ്ങലായിരുന്നു. അവൻ നേടി. അവൻ നിന്റെ ഭാര്യയെ കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കൈവശപ്പെടുത്തലല്ല. ലാലായ മുതൽ തന്നെ ബിൻതി സലീന ഫാത്തിമ റൈഹാന ബിന്ദിനെ അയാൾ പറയും, അല്ലെങ്കിൽ ഉഖ്തി എന്ന് പറയും. ഞാൻ തന്റെയൊക്കെ പ്രയത്നം വെച്ചിട്ടുണ്ടാവും. ബാക്കി ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസും അവിടെയും ഇവിടെയും തൊടുക്കും പാലും അങ്ങാടിയിലും 1 ലക്ഷം 2 ലക്ഷം വരുമാനമുള്ള ബിൽഡിങ്ങുകളും. പിന്നെ അവളെ കെട്ടാൻ മത്സ്യന്മാർ ഓടി വരും. ഒളിമ്പിക്സിന് വരുന്നവർ പാഞ്ഞു വരുന്നു. ഉറപ്പല്ലേ? പണിയില്ലല്ലോ, പണിയില്ല. അതാണ് പറയുന്നത് മനുഷ്യ വലലാഖിറതു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീലാ. ആഖിറത്തെ പറ്റി പഠിക്ക്, ഒന്ന് പഠിക്ക്. ആയുസ് ദുനിയാവിൽ നീ എന്ത് നേടിയാലും ആയുസ് ആയാ പോകേണ്ടി വരും. ആയുസായി പോയി, സമയമായി പോയി. അതുവരെ നീ വലിയ അൽപ്പനം വിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന സുജാത്തെ നമുക്കുണ്ട് നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ. കോടാനക്കോടി സമ്പാദിച്ചിട്ടുണ്ട്. അറബികളെ പറ്റിച്ചും നാട്ടുകാരെ പറ്റിച്ചും എല്ലാവരെ പറ്റിച്ചും എമ്പാടും സമ്പാദിച്ചിട്ടുണ്ട്, എമ്പാടും നേടിയിട്ടുണ്ട്. പെങ്ങന്മാരെ പറ്റിച്ചും ആങ്ങളമാരെ പറ്റിച്ചും ജ്യേഷ്ഠന്മാരെ പറ്റിച്ചും അനുജന്മാരെ പറ്റിച്ചും അയൽവാസികളെ പറ്റിച്ചും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കൂടെ കച്ചവടം ചെയ്തിരുന്ന കൂട്ടുകാരനായ പങ്കുകാരനായ കച്ചവടക്കാരനെ പറ്റിച്ചും ഒക്കെ നേടിയിട്ടുണ്ട്. എന്നിട്ടോ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പോലും നിന്റെ ഖബറിലേക്ക് ആള് വരികയില്ല. പാപ്പ മരിച്ച് ഏട്ടന്മാരെ പണ്ടിച്ച് ഒഴിവാക്കി ഇവക്ക് വേണ്ടി. പിന്നെണ്ടായാലോ, പിന്നെ നിന്റെ മക്കൾ ഇവന്റെ മേട്ടം കൊണ്ട് വളരും. പുതിയ ഒരാൾ വന്നിട്ടുണ്ട് നിന്റെ ഭാര്യക്ക്, അവനിൽ പുതിയ കുട്ടികളുണ്ടായി ആ പെണ്ണിന്. അപ്പോൾ പിന്നെ മുടക്കാ ചരക്കായി, ആവശ്യമില്ലാത്ത ചരക്കായി. ആര്? ഈ മുതലൊക്കെ ഉണ്ടാക്കിയ തന്തയുടെ ആ മക്കൾ, അവരുടെ മുടക്കാ ചരക്കായി. മുതലൊക്കെ അവളെ പേരില്ല. ഇനി അവൾക്കുണ്ടാവുന്ന കുട്ടികൾക്ക് ഇതിലാവകാശം ഉണ്ടാവും. വളരെ ആ കുട്ടികളോ നീ പള്ളിക്ക് കൊടുക്കാതെ, മദ്രസക്ക് കൊടുക്കാതെ, സാധുക്കളെ സഹായിക്കാതെ, കഷ്ടപ്പെട്ടവനെ സഹായിക്കാതെ, ക്യാൻസർ രോഗിയെ സഹായിക്കാതെ, കിഡ്നി രോഗിയെ സഹായിക്കാതെ, പാവപ്പെട്ടവനെ സഹായിക്കാതെ നീ ഭരിച്ചുണ്ടാക്കിയ മുതലും മുഴുവനും കൈവശമുള്ള നിന്റെ ഭാര്യയുടെ വീട്ടില് നിന്റെ സ്വന്തം മക്കള് നിന്റെ ഭാര്യയുടെ പുതിയ ഭർത്താവിന്റെ മേട്ടം കൊണ്ട് ജീവിക്കും. പെരടിക്കാട്ടി കിട്ടും നിന്റെ മക്കൾക്ക്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്റെ പോയി ദുനിയ വിളിച്ചിട്ടുണ്ടെങ്കിലോ ഫോൺ ചെയ്തപ്പോൾ 4 വയസ്സായ കുട്ടികൾപ്പിലേക്ക് ഉമ്മ എന്നെ തല്ലുന്നുണ്ട് പച്ചേ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ നിന്നിട്ട് ഭാര്യയെ ചീത്ത പറയും. ഞാൻ അങ്ങനെ നയിച്ചുണ്ടാക്കി എന്റെ കുട്ടിയെ തല്ലേ, എന്റെ കുട്ടിയെ ചീത്ത പറയാ. മനസ്സിലായോ? വലൗ കുൻത ഫി ദുനിയാ സരിഅൽ ഇജാബതി. പക്ഷേ
എന്നെ ചീത്ത പറയാറുണ്ട്, എന്നെ അടിക്കും. അപ്പോൾ പിന്നെ വെറുതെ വിടൂല എൻ്റെ ഭാര്യയെ. അതേ സമയത്ത് നീ മണ്ണിനടി പോവും. നീ നയിച്ചുണ്ടാക്കിയ മതിൽ കൊണ്ട് നിന്റെ ഭാര്യയുടെ പുതിയ ഭർത്താവ് നേടും. അവനെ അടിക്കും. ഈ കുട്ടികളെ ചോദിക്കാൻ ആരില്ല, പറയാൻ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല. അവലോക്കുണ്ട ദുനിയ ശരി അൽ ഇജാബത്തി, പറയുന്നതിൻ്റെ മുന്ന് ഓടി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന നീ പല്ല. നിന്റെ ഖബറിനടുത്ത് പോലും ആരും വരാറില്ല. എന്താണ് നേട്ടം? എന്ത് നേട്ടം? എന്ത് നേട്ടം? നീ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് വലിയ അധികാരിയായി, വലിയ ജനങ്ങളോട് മുഴുവൻ പറഞ്ഞിട്ട് വലിയ അധികാരിയായി, ജനങ്ങളെ മുഴുവൻ പറ്റിച്ചു. കസേരയിൽ ഇരുന്ന്, മന്ത്രി കസേരയിൽ, MLA കസേരയിൽ, MP കസേരയിൽ, മെമ്പർ കസേരയിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിൽ ഇരുന്ന് ജനങ്ങളെ പറ്റിച്ചു. നേടി. എന്നിട്ടെല്ലാം വാരിക്കുട്ടി പെട്ടെന്ന് വേദന വന്ന് ജീവിച്ചു. മറ്റുള്ളവർ നേടി, നിനക്കെന്ത്? നിന്റെ ഖബറിന്റെ അടുത്തേക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പോലും ഒരാൾ വരില്ല. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ആ ഖബറിന്റെ അടുത്തേക്ക് ആളുകൾ ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ സാധുവായ ആലിമിന്റെ ഖബറിലേക്ക് സദാസമയം ജനങ്ങൾ ഒഴുകണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തേ? നീ ദുനിയാവിന്റെ ആളായിരുന്നു, ആലിം ആഖിറത്തിന്റെ ആളായിരുന്നു. ശരിയല്ലേ? പറ ശരിയല്ലേ? ആലിം അള്ളാന്റെ ആളാണെങ്കിൽ ആ ആലിമിന്റെ ഖബറിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും. സുമോഹന ഭാഗ്യം. എത്ര ആളുകളുണ്ട് അങ്ങനെ? എത്ര ആളുകളുണ്ട്? ചിന്തിക്ക്. കരുവാരക്കുണ്ട് ദാറുന്ന ജാത്തിന്റെ മുറ്റത്ര കുട്ടിയുണ്ട്. അത് മറ്റാരുമല്ല, സകല വല്ലഭനും മുഖ്ലിസായ ആലിമുമായിരുന്ന മഹാനായ KT മാനി മുസ്ലിയാർ നബറല്ലാഹു മർഖദാ. ആ ഖബർ പോലെ ഒരു ഭരണാധികാരിയുടെ ഖബർ ലോകത്തുണ്ട്. ഒരു ഉദാഹരണമാണ്. ഞാൻ ഏറെ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു മഹാന്റെ ഞാൻ ഓർമ്മപ്പെട്ടതാണ്. അദ്ദേഹം സത്യസന്ധനായിരുന്നു, അദ്ദേഹം നീതിമാനായിരുന്നു. കേട്ടിട്ടില്ലേ? KT മാനി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കവേ മുഅല്ലിം സമ്മേളനത്തിൽ വെച്ച് മരണപ്പെട്ടു പോയ കേട്ടിട്ടില്ലേ? ലക്ഷക്കണക്കായ ആളുകളെ നടുവിൽ വെച്ച് ഒരു മനുഷ്യൻ മരിച്ചു. ദാറുന്നജാത്തിന്റെ മുറ്റത്ത് അദ്ദേഹത്തെ മറവിയിട്ടു. അവിടെ പോയാൽ തന്നെ അതൊരു സ്വർഗമാണെന്ന് തോന്നും. അതൊരു സ്വർഗം പോലത്തെ ഖബറാണ്. അതിൽ പാട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഖബറിൽ ഒരു പാട്ടുണ്ട്? എന്തേ? ആ മനുഷ്യൻ ദുനിയാവിന് വേണ്ടി നേടിയിട്ടില്ല. നേടിയില്ല. അദ്ദേഹം നീതിമാനായിരുന്നു, അദ്ദേഹം സത്യസന്ധനായിരുന്നു, അദ്ദേഹം നേര് പറയുന്നതിൽ ഒരാളെയും പിഴവെക്കാത്ത ആളായിരുന്നു. ഞാനിത് പക്ഷപാതിത്വം പറയാന്ന് വിചാരിക്കരുത്. ആ പക്ഷത്തുള്ള എല്ലാവരെ പറ്റിയും ഞാനിത് പറഞ്ഞോളൊന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരാളെ പറ്റി പറഞ്ഞാണ്. അങ്ങനെ ഒരാൾ, വേറെ ആളുണ്ട്. ഒരാൾ എന്താ കാര്യം? ആ ആലിമിന്റെ ഖബർ ഒരു വല്ലാത്ത ഖബറാണ്. അദ്ദേഹം നീതിമാനാണ്, അദ്ദേഹം സത്യസന്ധനാണ്, അദ്ദേഹം വൈരാഗ്യമുള്ളവനല്ല, അദ്ദേഹം അസൂയക്കാരനല്ല, അദ്ദേഹം ഒരുപാട് ഗുണങ്ങളുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെയുണ്ട്. വേറെയും ആളുകളുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ്. സദാസമയം ആളുകൾ ഒഴുകുകയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് പുതിയങ്ങാടി സയ്യിദന്മാരുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന കേരളത്തിലെ ഇൽമിന്റെ സുൽത്താൻ ശൈഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ്. ഏതൊരു മന്ത്രിയുടെ ഖബറിനാണ് ഈ ഭാഗ്യമുള്ളത്? എന്റെ അവിടെ കാര്യം വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് ഒരു ധാരണയാണ്. ഇനിയുമുണ്ട്. ദുനിയാവിലും ആഖിറത്തിലെയും അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകൾ എത്ര ഉണ്ട്? രാജകുമാരനായി ജീവിച്ച സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് അള്ളാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ. ഒഴുകാണ്, രാവും പകലും ഒഴുകാണ്. എന്നാൽ അവിടെ മുന്നിൽ വന്നിരുന്ന എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? ആരാ ഖബറിലേക്ക് ഒരീച്ച പോകുന്ന ആരാ? ആ മനുഷ്യന്റെ മുന്നിൽ വന്നിരുന്ന എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? എന്നിട്ട് ഏത് മന്ത്രിൻ്റെ അവിടെയാണ് കൊല്ലത്തിലെ ആൾ പോകാറുള്ളത്? മന്ത്രിമാർ മരിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് കൊല്ലത്തിൽ ആരാ പോകാറുള്ളത്? പോകാറുള്ളത്? ഈ മനുഷ്യന്റെ ഖബറിലോ രാവും പകലും ആളുകളാ. ശൈഖുനാ ശംസുൽ ഖബറിലോ രാവും പകലും ആളുകളാ. KT മാനി മുസ്ലിയാർ ഖബറിലോ രാവും പകലും ആളുകളാ. ചെറുശ്ശേരി സെന്റ് മുസ്ലിയാർ ഖബർ രാവും പകലും ആളുകളാ. അല്ലാഹു തആല അവരുടെയൊക്കെ അധ്വാനങ്ങളെ സ്വീകരിക്കട്ടെ. അധ്വാനങ്ങളെ സ്വീകരിക്കട്ടെ.
നമ്മൾ പറയുന്നത് മനസ്സിലാക്കണം, പറയുന്നത് ചിന്തിക്കണം. ആളായ പോരാ, ആളാവും. എത്ര മന്ത്രിമാരുണ്ട്, എത്ര MLA-മാരുണ്ട്? മരിച്ചിട്ടുണ്ടല്ലോ MLA-മാരും, മരിച്ചിട്ടുണ്ട് മന്ത്രിമാരും, മരിച്ചിട്ടുണ്ട് MLA-മാരും മരിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ കൊല്ലത്തിൽ ആരാണ് ആ ഖബറിൽ പോകാറുള്ളത്? കൊല്ലത്തിൽ ഒരു ഫാത്തിഹ ഏക മന്ത്രിക്ക് ആരോധാൻ. ഇന്ന് നേരം വെളുത്തിട്ട് ഷെയ്ഖുനാ ശംസുൽ ഉലമക്ക് ലക്ഷക്കണക്കായ ആളുകൾ ഫാത്തിഹ ചെയ്തിട്ടുണ്ടാവും. ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഇന്ന് നേരം വെളുത്തിട്ട് ലക്ഷക്കണക്കായ ആളുകൾ ഷെയ്ഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിക്ക് ഇന്ന് നേരം വെളുത്തിട്ട് ലക്ഷക്കണക്കായ ആളുകൾ ഫാത്തിഹ ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ട്? അവർ വിതരണം ചെയ്തത് ആഖിറത്തിനെയാണ്. അവർ പഠിപ്പിച്ചത് ആഖിറാണ്, അവർ ഉദ്ദേശിച്ചത് ആഖിറമാണ്. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمت هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا. انظر ഇനി ചിന്തിക്ക كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا وللآخرة أكبر درجات وأكبر تفضيلا. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇത്തരുണത്തിൽ ഞാനിവിടെ കേൾപ്പിക്കാം. ഇവർക്കൊക്കെ വലിയ പ്രയാസമുണ്ടായിരുന്നു ദുനിയാവിയായ ലോകത്ത്. എന്നിട്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുത്തവർക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. പ്രയാസം ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസാവൂല. എന്തുകൊണ്ട്? അതിന് നേട്ടം അവർ സദാസമയം കണ്ടുകൊണ്ടിരിക്കും. രണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടാവൂ, അവരെ പരിഹസിക്കാൻ ആളുണ്ടാവില്ല. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടാവില്ല എന്ന് മാത്രമല്ല, അവരെ പരിഹസിക്കാൻ ആളുണ്ടാവും. ചിന്തിക്കണം. ഒരു മഹല്ലിൽ ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ആലിമാണെങ്കിൽ ആ മഹല്ലിലുള്ള പ്രധാനപ്പെട്ട ദുനിയാവിൻ്റെ ആളുകൾ മുഴുവൻ ഇയാൾക്കെതിരായിരിക്കും. എന്തുകൊണ്ട്? ഇയാൾ പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആഖിറത്തിന് വേണ്ടി. അപ്പോൾ അവരുടെ പല ചെയ്തിയും അയാൾ വിമർശിക്കും, യോജിക്കൂല. അപ്പോൾ അവരൊരു 10 രൂപ ഇയാൾ കൊടുക്കൂല. ഇയാളെ കുടുംബ പട്ടിണിയിലായിരിക്കും, ഇയാൾ വലിയ പ്രയാസത്തിലായിരിക്കും. അതേ സമയത്ത് ഇവർ മുഴുവനും അയാളെ തൊട്ടപ്പുറത്ത് അയാൾ അസിസ്റ്റന്റ് വേറൊരാളുണ്ട്. ആ അസിസ്റ്റന്റ്, രണ്ടാമത്തെ അസിസ്റ്റന്റ് ഇയാൾ കാളിയാണ്, മറ്റൊരു അസിസ്റ്റന്റ് കാളി അവിടെ ഉണ്ട്. ഈ അസിസ്റ്റന്റ് കാളി ദുനിയാവിൻ്റെ അയൽക്കാർക്ക് മൂടുന്ന ആളാണെങ്കിൽ അയാൾ സമ്പത്ത് കൊണ്ടും സമ്മാനം കൊണ്ടും കുമിഞ്ഞുകൂടും, പ്രോത്സാഹനം കൊണ്ടും. മാത്രമല്ല ഇയാളെ കാളിയേരെ നിർത്തിയിട്ട് ഇരിക്കുമ്പോൾ നാട്ടുകാർ പറയും നമ്മളെ അസിസ്റ്റന്റ് ഭയങ്കര ഉഷാറാണ്. മനസ്സിലാകുന്നു എന്തുകൊണ്ട് ഉഷാറാന്ന് പറഞ്ഞു? ഇവർക്ക് മുകളിൽ അയാളാണ് ഈ അസിസ്റ്റന്റായ ഈ ദുനിയാവിൻ്റെ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നാളെ ആലിമീങ്ങളായി പുറത്തു വരുന്നവരാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച വെള്ളരിക്കപ്പെട്ടാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ ഈ തൊപ്പിങ്ങൾ ഊരിച്ചളയും. സ്വർഗം കിട്ടണമെങ്കിൽ ഫിഫത്തിൽ ജന്നത്ത് ബിൽ മക്കാരിഹി, പ്രയാസം കൊണ്ടാണ് സ്വർഗത്തെ പൊതിഞ്ഞിട്ടുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണ്ടി വരും? പരിഹാസം അനുഭവിക്കണം, കഷ്ടപ്പാട് അനുഭവിക്കണം. ഒന്നുമില്ലാത്ത, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ നിങ്ങളെ മുന്നിൽ പ്രശംസിക്കണം, നിങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് തന്നെ ഡൗട്ടൊന്നും എനിക്ക് കഴിവൊന്നും ഇല്ലേന്ന്. കഴിവുണ്ടാവും, മറ്റൊരു അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? ഒരു ദുനിയാവിൻ്റെ ആളുകളാണ്. ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ ആയാൽ തന്നെ നിനക്കെന്ത്? അല്ലാഹു വലൽ ആഖിറ അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീലാ. ഏറെ പദവികളുള്ള സ്വർഗ്ഗത്തിലേക്ക് നിന്നെ ആനയിക്കപ്പെടുന്ന നേരം അതാണ് കണ്ടാൽ ഇതൊക്കെ മറക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ അവർക്ക് പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി പറയുകയാണ്. ഇമാം മുസ്ലിമും അടക്കമുള്ള മഹാന്മാർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം അടക്കം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുനിയാവിൽ ഏറെ പ്രയാസവും പരിഹാസവും കഷ്ടപ്പാടും അനുഭവിച്ച ഒരു മുഅ്മിനായ മനുഷ്യനെ അന്ത്യനാളിൽ കൊണ്ടുവരും. ദുനിയാവിൽ ഏറെ കഷ്ടപ്പാടും പാപത്തും പ്രയാസവും പരിഹാസവും കുത്തിപ്പറച്ചിലും കഷ്ടപ്പാടുമെല്ലാം അനുഭവിച്ച മുഅ്മിനീങ്ങളിൽ ഏറെ കഷ്ടപ്പാട് അനുഭവിച്ച ഒരു മനുഷ്യനെ അന്ത്യനാളിൽ കൊണ്ടുവരും. പിന്നെ അപ്പോൾ പറയപ്പെടും
യഗ്മിസുഹു ഗംസതൻ ഫിൽ ജന്ന, അദ്ദേഹത്തെ സ്വർഗത്തിൽ ഒരു തവണ ഒന്ന് പ്രവേശിപ്പിക്കൂ. അങ്ങനെ അദ്ദേഹത്തെ സ്വർഗത്തിലൊന്ന് പ്രവേശിപ്പിക്കും. സ്വർഗത്തിലെ അരുവിയിലൊന്ന് കുളിപ്പിക്കും, സ്വർഗത്തിലൊന്ന് പ്രവേശിപ്പിക്കും. ഖാല മുത്തു മുഹമ്മദ് മുസ്തഫ അങ്ങനെ സ്വർഗത്തിലെ ഇയാളെ ഒന്ന് മുക്കും, സ്വർഗത്തിലെ അരുവിയിലിട്ടൊന്ന് മുക്കും. ആ ഭാഗ്യങ്ങൾ ഇയാളെ കണ്ണിലൊന്ന് കാണിച്ചു കൊടുക്കും, അയാൾക്ക് കിട്ടാൻ പോകുന്ന ഭാഗ്യങ്ങൾ. അപ്പോൾ ചോദിക്കപ്പെടും, ഹൽ റഅയ്ത ളുറൻ, നീ വല്ല പ്രയാസത്തിലും ആയിരുന്നോ? നീ വല്ല പ്രയാസത്തിലായിരുന്നോ ദുനിയാവിൽ? അല്ല. അതായത് സ്വർഗത്തിൽ ഒരു വട്ടം മുക്കുമ്പോഴത്തിന് ദുനിയാവിലെ പ്രയാസം മുഴുവനും അയാൾ മറന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ.